ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിൻ്റെ മാസങ്ങളിലാണ് നമ്മളുള്ളത്. ഹജ്ജിൻ്റെ ചരിത്രവും പാഠങ്ങളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നതിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണം, പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ലോകത്തുടനീളം പല വിഭാഗങ്ങളിലും പല രീതിയിലുമുള്ള അനുഷ്ഠാന, ആചാര, ആഘോഷ, ആരാധന കർമ്മങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടും കഥയില്ലാത്ത, ഉള്ളടക്കങ്ങളില്ലാത്ത, പ്രത്യേകമായ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും പ്രകടനങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് തരത്തിലുണ്ട്. പ്രാചീനകാലം മുതൽ തന്നെ മനുഷ്യ സമൂഹത്തിൽ ഇതിൻ്റെ അടയാളങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ ഹജ്ജിനെ പോലെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, മനുഷ്യരുടെ നിലപാടുകളിലും സമീപനങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹജ്ജ് അതിൽ നിന്നൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹജ്ജ് ഉയർത്തുന്ന സന്ദേശങ്ങൾ, അത് അവതരിപ്പിക്കുന്ന സന്ദേശങ്ങൾ, അതിലെ പ്രതീകാത്മകമായ പ്രവർത്തനങ്ങൾ, ഹജ്ജിൽ ഒരുമിച്ച് കൂടുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ മനോഹരമായ ആ അറഫ സമ്മേളനം ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും ബൃഹത്തായ ഗൗരവതരമായ ആശയങ്ങളെയും ഉള്ളടക്കങ്ങളെയും മനുഷ്യ സമൂഹത്തിന് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന മതസമ്മേളനങ്ങളോ മതേതര സമ്മേളനങ്ങളോ ലോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മതേതരത്വം ഒരു മതം തന്നെയാണ്. മതേതരത്വം മതത്തിന് പുറത്താണ് എന്നൊക്കെ ആൾ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടന്ന് പോണില്ല. സ്വതന്ത്ര നിലപാടുകളും സമീപനങ്ങളും ആര് സ്വീകരിച്ചാലും അതൊക്കെ ഒരു മതമാണ്. അതിനാണ് മതം എന്ന് പറയാം. അതിന് വ്യക്തികൾ സ്വീകരിച്ചാലും സംഘടനകൾ സ്വീകരിച്ചാലും പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചാലും സമൂഹങ്ങൾ സ്വീകരിച്ചാലും ഒക്കെ അതിനാണ് ദീൻ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഏതോ ആചാരാനുഷ്ഠാന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാത്രമാണ് ദീന് എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ശരിക്കും മതം എന്ന് പറയുന്നത്, മതം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അഭിപ്രായം എന്നാണല്ലോ അർത്ഥം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങൾ. അപ്പം മതത്തിലേ മതം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഏത് രംഗത്തും ഒരു വ്യക്തിയോ സംഘമോ സമൂഹമോ സംവിധാനങ്ങളോ ഒക്കെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചാൽ അതാണ് അവരുടെ മതം. അപ്പം മതത്തിലേ മതമുള്ളൂ. മതേതരത്വം എന്ന് പറയുന്നത് വേറെന്തോ സാധനമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. മതങ്ങളെ പോലെ തന്നെ ധാരാളം മതേതര പ്രസ്ഥാനങ്ങളുണ്ട്. അതൊക്കെ ഓരോ മതങ്ങളാണ്. അപ്പൊ അവരൊക്കെ തന്നെയും മതത്തിലും മതേതരത്വത്തിലുമൊക്കെ ഗംഭീരമായ സമ്മേളനങ്ങളും സന്ദേശങ്ങളും പ്രതീകാത്മകമായ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെയും അസമയത്തുള്ള അവർ നിൽക്കുന്ന കാലത്ത് മാത്രം. അത് സംഘപരിവാറിന്റെ കാലമാണ്. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നമ്മൾ വിചാരിക്കും അവരേ ഉള്ളൂ, അവരേ ഇനി ഉണ്ടാവൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ കാലമായിരുന്നു. കോൺഗ്രസ് ഇപ്പൊ എവിടെ? കോൺഗ്രസ് ഉണ്ട്, ജനകീയമായിട്ട് കോൺഗ്രസിനുള്ള അടിസ്ഥാനങ്ങളുണ്ട്. കാശും അധികാരം ഇല്ലാത്തതുകൊണ്ട് സംഘപരിവാർ വളരെ സമർത്ഥമായി എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും അധികാര സ്രോതസ്സുകളെയും അടച്ചുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രംഗപ്രവേശനം തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും കോൺഗ്രസിന് വമ്പിച്ച സാധ്യതകൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ കാശില്ല, അധികാരമില്ല. അധികാരവും കാശും ഇല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമൊന്നും മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ചർച്ചയിലേക്ക് നമ്മൾ പോകണില്ല. പക്ഷെ കോൺഗ്രസ് ആ പഴയ കാലത്തെ ഇന്നത്തെ സംഘപരിവാരത്തിനെയും പഴയ കോൺഗ്രസിനെയും വെച്ച് നോക്കിയാൽ നെഹ്റു, ഗാന്ധിജി, അബുൽ കലാം ആസാദ്, പട്ടേല് ഒക്കെ തലയെടുപ്പുള്ള നേതാക്കന്മാർ, അന്ന് ജീവിച്ചവർക്ക് കോൺഗ്രസ് ഉണ്ടാവുള്ളൂ എന്നാ തോന്നുക.
സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സാധനത്തെ 1% പോലും ഉണ്ടായിരുന്നില്ലാത്ത ഒരു സീറ്റൊക്കെ ആയിരുന്നു സംഘപരിവാരത്തിന് ഉണ്ടായിരുന്നത്. ഇത് സംഘപരിവാരത്തിനും ബാധകമാണ്. അതുകൊണ്ട് ഇന്നലെ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇന്ന് സംഘപരിവാരമാണെങ്കിൽ നാളെ വേറെ ഒരാൾക്കാരുടെ കൂടാണ് വരാൻ പോണത്. തിൽക്കൽ അയ്യാമുൻ ഉദാവിലുഹാ ബൈനന്നാസി. അള്ളാഹു കറക്കിക്കൊണ്ടേയിരിക്കുകയാണത്. ഒരേ ഇതിൽ മാത്രം നിങ്ങൾക്ക് നമ്പർ എല്ലാം ഒരൊറ്റ നമ്പറിൽ മാത്രം പ്രൈസ് അടിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കറക്കണൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങൾ കറക്കി വിട്ടാൽ പല അക്കത്തിലും കയറിയിട്ട് അത് നിൽക്കും. അങ്ങനെയാണ് അത് ഉണ്ടാവുക. അത് തിൽക്കൽ അയ്യാമുൻ ഉദാവിലുഹാ ബൈനന്നാസി. ലോകത്ത് അള്ളാഹു നിരന്തരമായി കാര്യങ്ങൾ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ സംഘപരിവാറിന്റെ വീടാണ്. അപ്പൊ അവരുടെ ആ കാലത്ത് അവർ നടത്തുന്ന ഏതൊരു പ്രോഗ്രാം കണ്ടാലും അതിഗംഭീരമായിട്ട് നമ്മൾ പിടിച്ചെടുക്കും. പക്ഷെ സംഘപരിവാർ കഴിഞ്ഞാൽ ആര് നോക്കാനത്? സംഘപരിവാർ അസ്തമിച്ചു കഴിഞ്ഞാൽ ആരാ നോക്കുക? കമ്മ്യൂണിസം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. സോവിയറ്റ് യൂണിയനിലും അതുപോലെ തന്നെ ബാൾക്കൻ റിപ്പബ്ലിക്കുകളിലും ഒക്കെ വമ്പിച്ച സ്വാധീനം നേടി. കേരളത്തിൽ പോലും ഇന്ത്യയിൽ പോലും വമ്പിച്ച സ്വാധീനം നേടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. ഇന്നിപ്പോ ലെനിനെ കുറിച്ചും മാർക്സിനെ കുറിച്ചും മാവോയെ കുറിച്ചും ഒക്കെ പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു ഭയങ്കര സംഭവമാണ്. ആ ജീവിച്ചിരുന്ന കാലത്തെ സമൂഹത്തിന് തോന്നും അതാണ് ഭയങ്കരം, അതിനെപ്പോഴും ഒരു സംഭവം ഉണ്ടാവില്ലാണ്. ഞാൻ പറഞ്ഞത് ആരും മോശമാണോ നല്ലവരാണോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു വർത്താനായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതേപോലെ മതങ്ങളുടെ ഇപ്പൊ കുംഭമേള എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പൻ സംഭവമായിട്ടാണ് സംഘപരിവാർ പ്രൊമോട്ടഡ് പ്രവർത്തനമായിട്ട് അത് വേറെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും ആഘോഷങ്ങളും മതേതര പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അത് അവർ ഉള്ള കാലത്ത് മാത്രം ചർച്ചയാകുന്ന ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വിഷയമാണെങ്കിൽ ഹജ്ജ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ, അതിന്റെ മുമ്പുണ്ട് എന്നാണ് ഹജ്ജ്. ചരിത്രാതീത ഇബ്രാഹിം നബിയുടെ കാലത്തിന് മുമ്പ് തന്നെ ഇബ്രാഹിം നബി പുതുക്കിപ്പണിയുകയും പുനർനിർമ്മിക്കുകയും നവീകരിക്കുകയും ഒക്കെയാണ് ചെയ്തത് എന്നുള്ള അഭിപ്രായമുണ്ട്. എന്താണെങ്കിലും ശരി, ഇബ്രാഹിം നബിക്ക് ശേഷം ഹജ്ജിന് വേണ്ടി താങ്കൾ ജനങ്ങളെ വിളിക്കുക, പ്രഖ്യാപനം നടത്തുക. ഇബ്രാഹിം നബിയാണ് ജനങ്ങളെ വിളിച്ചിട്ടുള്ളത്. രാഷ്ട്രീയക്കാരെ വിളിച്ചതല്ല, കേവല മതക്കാരെ വിളിച്ചതല്ല, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചതല്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി സംഘടിപ്പിച്ച ഒരു ഇവന്റ് മാനേജ്മെന്റ് ആയിട്ടൊന്നും നടക്കില്ല ഈ പരിപാടി. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജനങ്ങളെ വിളിക്കുകയാണ്. ജനങ്ങൾ വരും എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ ലോകത്ത് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ സ്പോർട്സ് പരിപാടികൾ മാത്രമായിരിക്കും വളരെ കൂടുതൽ. അത്തരം പരിപാടികളല്ലാതെ, ജാതിമത രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ, ദേശഭാഷകളുടെ വ്യത്യാസങ്ങളില്ലാതെ പങ്കെടുക്കുന്ന പരിപാടികൾ ഒന്നുകിൽ ഇപ്പറഞ്ഞ സെക്യുലർ ആഘോഷ അനുഷ്ഠാന കലാകായിക രംഗത്തൊക്കെയുള്ള സംഗതികളിലാണ് പങ്കെടുക്കുക. രാഷ്ട്രീയമാണെങ്കിൽ അതിന്റെ ആള് മാത്രമേ പോവുള്ളൂ. പ്രദേശങ്ങൾ ചിലപ്പോൾ അവരിൽ മാത്രം തരും. ഇപ്പൊ ഇന്ത്യ സംഘപരിവാർ കൂടെ വിളിച്ച ഇന്ത്യയെ മുന്നിൽ വെച്ചാൽ അല്ല, ബ്രിട്ടീഷുകാർ ഇവിടെ വരേണ്ട കാര്യമില്ല. സംഘപരിവാർ പ്രോഗ്രാം ചെയ്യുന്ന ഒരു പരിപാടിയിൽ അറബികൾക്ക് സ്ഥാനം ഉണ്ടാവില്ല, അമേരിക്കക്കാരന് പോലും സ്ഥാനം ഉണ്ടാവില്ല, ആഫ്രിക്കക്കാരന് സ്ഥാനം ഉണ്ടാവില്ല. നായര് വെക്കുന്ന പരിപാടിയിൽ ഈഴവന് പങ്കാളിത്തം ഉണ്ടാവില്ല, പുലയന് പങ്കാളിത്തം ഉണ്ടാവില്ല, പറയന് പങ്കാളിത്തം ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിക്കുന്ന പരിപാടിയിൽ BJP-നെ കൊണ്ടുവരാൻ പറ്റില്ല, മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ആകാം. പക്ഷെ ഹജ്ജ് ജാതിമത ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ, ഇന്തോനേഷ്യ മുതൽ ഇറാഖ് വരെ, ഇസ്രായേൽ വരെ മുസ്ലിങ്ങൾ എവിടെയുണ്ടോ എല്ലാവർക്കും വരാം. ലോക മനുഷ്യന്റെ എല്ലാ പരിച്ഛേദങ്ങളും, കറുത്തോനും വെളുത്തോനും അതുപോലെ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും, ആ വൈവിധ്യങ്ങളുടെ എല്ലാ രംഗങ്ങളെയും മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട്, അവിടെ മൂപ്പന്മാരൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യ സമൂഹത്തെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടുന്ന ഏതെങ്കിലും ഒരു സംവിധാനം ലോകത്തുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹ് പറഞ്ഞത് ഹജ്ജ് മഷ്ഹൂറാണ്, അഷ്ഹുറും മഅലൂമാത്തുൻ, അതിന്റെ മാസങ്ങളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. ചരിത്രത്തിൽ ആദിമഘട്ടം മുതൽ തന്നെ ഹജ്ജ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ തീർത്ഥാടനങ്ങളുടെയും തുടക്കം ഹജ്ജിൽ നിന്നാണ്. എല്ലാ തീർത്ഥാടനങ്ങളുടെ രീതിയും സ്വഭാവവും ഉദ്ദേശശുദ്ധിയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ പറയുന്നത് പോലെ ചിഹ്നങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ദിശമാറി പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചെയ്യാൻ പോകുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ കാര്യമറിയാതെ, കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന, ആട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, കേവലം ഒരു ഇവന്റ് സ്വഭാവത്തിൽ അതിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ ഹജ്ജിന് ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് പോകുന്ന വ്യക്തി ക്ലിയർ അല്ലെങ്കിൽ, അവന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ,
അവന് നിലപാടുകളും സമീപനങ്ങളും ഇല്ലെങ്കിൽ, കാര്യങ്ങളെ ഉഴുതുമറിച്ച് മനസ്സിലാക്കാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ ഹജ്ജ് കെട്ടുകാഴ്ചയായിട്ട് മാറുന്നു. കേവല ആചാരമായി, അനുഷ്ഠാനമായി, ആഘോഷമായി, ആരാധനാ പ്രകടനമായിട്ട് ഹജ്ജ് മാറുന്നുള്ളത് ലോകത്ത് മുഴുവൻ എല്ലാറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേട് ഇതാണ്. അതിന്റെ അപ്പുറം നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ഹജ്ജ് എന്ന് വിശദീകരിക്കും. നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അല്ലാഹ് പറയാണ്, ഫമൻ ഫറള, നിങ്ങൾ ഹജ്ജിന് നിശ്ചയിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചാൽ, സ്വയം ഹജ്ജ് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, ഫീഹിന്നൽ ഹജ്ജ, ആ ഹജ്ജിൽ പാടില്ല, ഫലാ റഫസ, നിങ്ങള് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ആടും പെണ്ണും ഒക്കെ മിങ്കിളായിട്ടാണ് പോവുക. ചിലപ്പോ ഇത്രയും മനോഹരമായി സ്ത്രീ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന ലൈംഗികതയുടെ ചുവകളില്ലാതെ, കാമക്കെണ്ണും കാമക്കൈകളൊന്നും ഇല്ലാതെ മനുഷ്യൻ സ്വതന്ത്രമായി സെക്യുലറിസത്തിന്റെ ഒരു ഫ്രെയിമിൽ പെണ്ണ് സുരക്ഷിതയാണെന്ന് വെക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് പെണ്ണിനെ എന്ത് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് തന്നിട്ട്, സ്വാതന്ത്ര്യം തന്നിട്ട് പെണ്ണ് സുരക്ഷിതയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. കാപട്യമാണത്, കള്ളത്തരമാണത്, നിഫാക്കാണത്. വളരെ അപകടകരമായി ഏതോ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വിശുദ്ധമായ ചാരിത്രത്തിന് ഒരു വിലയും നൽകാതെ അതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആണിനും പെണ്ണിനും ഒക്കെ എന്ത് കളിയും കളിക്കാനുള്ള സ്പേസ് ഒരുക്കി കൊടുത്തിട്ട് അത് സ്വാതന്ത്ര്യമാണ്, അത് ചിന്താപരവും അധികാരപരവും ഒക്കെ ആയ അവകാശങ്ങൾ വ്യക്തികൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് അവിടെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ എല്ലാ കളിയും കളിക്കുന്നിടത്ത് അതേസമയം അതിരുകൾ ലംഘിക്കാൻ അവസരമുണ്ടായിരിക്കെ തന്നെ അതിരുകളെ പാലിച്ചുകൊണ്ട് വിശുദ്ധമായ മൂല്യങ്ങളെ. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മള് ലോകത്തെ എല്ലാ കാലത്തും ഇബ്ലീസിന്റെ ഒന്നാമത്തെ പ്രവർത്തനം തുണിയുരിയ എന്നുള്ളതായിരുന്നു. തുണിയുരിയ എന്നുള്ളതാണ്. ആദമിനെ ഹവ്വയെയും നഗ്നമാക്കുക, അവരുടെ വസ്ത്രമുരിയുക എന്നുള്ളതാണ്. പ്രവാചകത്വത്തെ തകർക്കാൻ, പ്രസ്ഥാനങ്ങളെ തകർക്കാൻ, അതിന്റെ പ്രയോഗങ്ങളെ തകർക്കാൻ, അതിന്റെ വിശുദ്ധികളെ അട്ടിമറിക്കാൻ, അവരുടെ ദൗത്യങ്ങളിൽ നിന്ന് അവരെ പിന്നോട്ടം കൊണ്ടുപോകാൻ ഇബ്ലീസ് ആദ്യം പ്രയോഗിച്ച ആയുധം തന്നെയാണ്. ഭൂമിയിലും അതന്നെയാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക ക്യാപിറ്റലിസവും സിയോണിസവും ഫാസിസവും ഇമ്പീരിയലിസവും ക്യാപിറ്റലിസവും ഒക്കെ പെണ്ണിനെ തുണിയുരിയുക എന്നുള്ളതാണ്. ആണിനും പെണ്ണിനെ മാത്രം ഉരിഞ്ഞിട്ട് നമ്മൾ ഇടങ്ങേറാവേണ്ട കാര്യമില്ല. ആണും പെണ്ണും ഒക്കെ ഇപ്പോ ഉരിഞ്ഞ വസ്ത്രങ്ങൾ, ഉടുക്കേണ്ട വസ്ത്രങ്ങളുടെ പരസ്യം പോലും ഉരിഞ്ഞ രീതിയിൽ നൽകിയിട്ട്, വസ്ത്രത്തിന്റെ പരസ്യവും ഉരിഞ്ഞ രീതിയിലാണ് വരിക. ഉടുക്കാനുള്ള പരസ്യം ഉടുക്കണ്ടാത്ത കോലത്തിലാണ് കാണിച്ചു തരിക നമുക്ക്. അപ്പോഴേ നമ്മളത് കാണുള്ളൂ. എന്നിട്ട് നമ്മൾ അതിൽ ആകർഷിക്കപ്പെടുക. അവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് വേഷവിധാനങ്ങളിൽ നിന്ന് തുടങ്ങി സാംസ്കാരിക ബന്ധങ്ങളിലെ ഏറ്റവും അത്യുന്നതമായ ചാരിത്ര വിശുദ്ധിയിലടക്കം അപകടകരമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തകിടം മറിച്ച ഒരു സാമൂഹിക ക്രമത്തിലാണ് ഞാൻ നിങ്ങളുള്ളത്. ഫലാ റഫസ എന്നുള്ള പറയുമ്പോൾ ഹജ്ജിന് കണ്ടമാനാണും പെണ്ണുങ്ങളും ഒക്കെ വരുന്നുണ്ട്. നിങ്ങളവിടെ സ്വന്തം ഭാര്യയോട് പോലും, ഇതിന്റെ ഈ കർമ്മത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത്, നിങ്ങളെ സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ ആണും പെണ്ണും ഹജ്ജിന്റെ കാലത്ത് ശാരീരികമായ ബന്ധങ്ങൾ നടത്താൻ പാടില്ല. ലൈംഗികമായ ആഗ്രഹങ്ങളും ചിന്തകളും വരുന്ന പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ഒന്നും ഏർപ്പെടാൻ പാടില്ല. അനുവദിക്കപ്പെട്ട ഈ റമദാനിൽ പകല് പറ്റൂല എന്ന് പറഞ്ഞ പോലെ തന്നെ ആണ് ഇണകൾ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തുന്നതിന് വേറെ ഒന്നുമില്ല. അതിന്റെ സമയവും സന്ദർഭവും അവര് ഔചിത്യബോധം നോക്കിയാൽ മതി എന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും അതിലില്ല. അതേസമയം റമദാനിൽ അത് പകല് പറ്റൂല, ഹജ്ജിൽ അത് പറ്റില്ല. ആണും പെണ്ണും പാടില്ല. അങ്ങനത്തെ ശൃംഗാര സംഭാഷണങ്ങൾ, അശ്ലീല വർത്തമാനങ്ങൾ, കൊഞ്ചിക്കുടലുകൾ, ഇതൊന്നും നിങ്ങൾ നടത്തരുത്. ഇതാണ് ഇതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം. ഫലാ റഫസ. അതതിന്റെ കർമ്മം ചെയ്യുന്നിടത്തുള്ള ഒരു സംഗതിയാണ്. പക്ഷെ അതിന്റെ മറുപുറം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ലോകത്തെ മുഴുവൻ, കാരണം ഹജ്ജിന് ഒരു സന്ദേശമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ കടന്നു പോണില്ല. ആ സന്ദേശങ്ങളെ നിലനിർത്താൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവുക നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഈ പ്രത്യേകിച്ച് നമ്മളീ പറയുന്ന വൈകാരികമായ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവുമ്പോഴാണ്. നിങ്ങളുടെ ലൈംഗികവും കാമപരവും അതുപോലെ തന്നെ ശാരീരികവുമായ ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർക്ക് ചരിത്രത്തിൽ മൂല്യപരമായ വിശുദ്ധിയുള്ള വിപ്ലവത്തിനും വിമോചനത്തിനും നേതൃത്വം കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഹജ്ജിന് വരുന്നവർ ഇബ്രാഹിമാണ്, ഹജ്ജിന് വരുന്നവർ ഇസ്മായിലാണ്, ഹജ്ജിന് വരുന്നവർ ഹാജറയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അശ്ലീല ആഭാസത്തരങ്ങളുടെ, അനാശാസ്യ പ്രവണതകളുടെ, പേക്കൂത്തുകളുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ തലകുത്തി മറിയരുത്. ഫലാ റഫസ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ മൊബൈലടക്കം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരും. തുറക്കുന്ന കമ്പ്യൂട്ടറും ചാനലുകളെയൊക്കെ കർക്കശമായിട്ട് നിയന്ത്രിക്കേണ്ടി വരും. കാണുന്ന പരസ്യങ്ങളും സിനിമകളും മുതൽ നമ്മളുടെ നിത്യജീവിതത്തിന്റെ സ്വാഭാവികമായ
ഇടപെടലുകളിലൂടെ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഇണയല്ലാത്ത സ്ത്രീ പുരുഷന്മാരുമായിട്ടൊക്കെയും വിശുദ്ധിയുടെയും മൂല്യങ്ങളുടെയും മാന്യതയുടെയും സാംസ്കാരികമായ അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ള ഇടപാടുകൾ നമ്മൾ നടത്തേണ്ടി വരും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇനി ഞാൻ പറയുന്നില്ല. ഫലാ റഫസ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹജ്ജിന് പോയ ആളുകള് അവിടെ വെച്ചിട്ട് ലളിതമായ രീതിയിൽ ഈ പ്രവണത പാടില്ല എന്ന് പറയുമ്പോൾ എന്നോട് നിങ്ങളോടും ഹജ്ജ് പറയുന്നത് ഹജ്ജ് അതിരുവിട്ട, നിയന്ത്രണം വിട്ട, സാംസ്കാരികവും സാമൂഹികവുമായ അടിത്തറകളെ പൊളിക്കുന്ന അനാശാസ്യവും അസാംസ്കാരികവും അധാർമികവും ആയ എല്ലാ പ്രവണതകൾക്കും എതിരാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഹജ്ജ് കാലത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ഹജ്ജിന് ശേഷമാണ് പ്രതിനിധീകരിക്കേണ്ടത്. ഹജ്ജിൽ പ്രതീകാത്മകതയേ ഉള്ളൂ. ഹജ്ജിൽ പ്രതീകാത്മക പ്രവർത്തനങ്ങളാണ്. ഹജ്ജിന്റെ പ്രതിനിധീകരണം ഹജ്ജിന് മുമ്പും ഹജ്ജിന് ശേഷവുമാണ്. അത്തരം നിലപാടുകളിൽ ഞാനില്ല എന്ന് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഫലാ റഫസ. പിന്നെ പറഞ്ഞ പോലെ ഫുസൂഖ, തമ്മാടിത്തരം ചെയ്യരുത്. മനുഷ്യർ വെറുക്കുന്ന, മനുഷ്യർ അറപ്പ് കാണിക്കുന്ന, മനുഷ്യരുടെ നാണത്തെയും സാംസ്കാരിക ബോധത്തെയും മൂല്യത്തെയും ഒക്കെ വില കുറക്കുന്ന, എല്ലാ അതിരുകളും ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അറബിയിൽ ഫുസൂഖ് എന്ന് പറയാം. തമ്മാടിത്തം, താന്തോന്നിത്തം, അതിരുകളില്ലാത്ത പ്രവർത്തനം. ഇത് നിങ്ങൾ ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഫാസിഖീങ്ങളാണെന്ന് പറഞ്ഞിട്ട് അല്ലദീന, ഈ ഫാസിഖീങ്ങളുടെ ലക്ഷണം എന്താ? അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്, അല്ലാഹുവിനോട് ചെയ്ത കരാറുകൾ അവർ ലംഘിക്കും. ഭരണകൂടങ്ങൾ, മതനേതൃത്വങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ എല്ലാവരും പ്രാർത്ഥനയും വഴിപാടും കുമ്പസാരവും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഭയങ്കര ദൈവബോധത്തിലാണ് എല്ലാ പരിപാടിയും തുടങ്ങുക. എല്ലാ സംഗതി ആരംഭിക്കുക, യുദ്ധം അടക്കം അങ്ങനെയാണ് തുടങ്ങുക. എല്ലാം ദൈവികമായ, ദൈവത്തോടുള്ള വലിയ വിശുദ്ധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാവരും കാര്യം തുടങ്ങുക. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുമായിട്ട് നമുക്കൊരു കരാറുണ്ട്. അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, നമ്മൾ അള്ളാഹുവിൽ നിന്നാണ്. നമ്മളെ തിരിച്ചുപോക്കും ഇനി അള്ളാഹുവിലേക്കാണ്. വേറെ ഒടുക്കും എനിക്കും നിങ്ങൾക്കും പോകാനൊന്നുമില്ല. ഒരാളും പോണില്ല. 700-800 കോടി മനുഷ്യൻ അവസാനത്തെ യാത്ര എവിടെ ചെന്ന് അടിയുമെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിലാണ്. അവിടെ ട്രംപും മോദിയും എല്ലാരും ഉണ്ടാവും. എല്ലാരും അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയാണ് പോണത്. ആ അള്ളാഹുവിനോടുള്ള കരാർ എന്താണ്? അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ മുറിക്കുന്നവർ ഫാസിക്കുകളാണ്, തമ്മാടികളാണ്. അത് എല്ലാ തലത്തിലും ആലോചിക്കുക. രാഷ്ട്രീയക്കാരൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ നടത്തുന്ന പ്രതിജ്ഞ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മനുഷ്യരുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, സമുദായങ്ങളുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, ജാതിയുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, എന്നിട്ടതൊന്നും പൂർത്തീകരിക്കാൻ അവർക്ക് നേരല്ല. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന. അല്ല, ഫാസിക്ക് എന്ന് പറയുമ്പോ ഏതോ ഒരു സാധന നിങ്ങൾ വിചാരിക്കണ്ട. മറിച്ച് അതിഗംഭീരമായ സ്വഭാവത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു കടപ്പാടും ഒരു ബാധ്യതകളും ശരിയായ വണ്ണം പുലർത്താത്തവർക്കാണ് അള്ളാഹുവിനോട് കരാറ് ചെയ്തതിനു ശേഷം അത് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മൾ പണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാം ഉണ്ടായില്ല. അമ്മയും ഉമ്മയും ഏറ്റവും വലിയ ബന്ധങ്ങളെ രണ്ടെണ്ണാണല്ലോ. ഒന്ന് അള്ളയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, പിന്നെ മാതാപിതാക്കളും മക്കളും ഇണകളും തമ്മിലുള്ള ബന്ധം. അതിന്റെ ഇടയിൽ പിന്നെ കുറെ ബന്ധങ്ങൾ വേറെയുണ്ട്. ഏറ്റവും ഉന്നതമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഇണകൾ തമ്മിലുള്ള ബന്ധം, അള്ളാഹും മനുഷ്യരും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധങ്ങളിൽ എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്ത് പരിശോധിച്ചു നോക്കേണ്ടി. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നമുക്ക് വേറെ തന്നെ ഒരു സബ്ജക്റ്റ് ആയിട്ട് പറയാനുള്ളതാണത്. മക്കള് വേറെ, മാതാപിതാക്കള് വേറെ. മക്കൾക്ക് പേടി സ്വപ്നമായ മാതാപിതാക്കളും, മാതാപിതാക്കൾക്ക് കിടന്നുറങ്ങാൻ ഒരു സ്വസ്ഥതയും നൽകാത്ത മക്കളൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന. അവിടെ ബാപ്പയില്ല, ഉമ്മയില്ല, മക്കളൊന്നുമില്ല, പേരക്കുട്ടികളൊന്നുമില്ല. അപകടകരമായ സ്വഭാവത്തിൽ ആ ബന്ധം വീടുകൊണ്ടിരിക്കുക. വൈവാഹിക ബന്ധം പിന്നെ പറയാൻ തന്നെയല്ലേ. പുതിയ കല്യാണങ്ങൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ വേറെ പല സന്ദർഭത്തിലും പറഞ്ഞു പോയിട്ടുണ്ട്. ഇണകൾ തമ്മിലുള്ള ബന്ധം അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും അവസാനം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മഹല്ല് കമ്മിറ്റിക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള വിഷയവും വിവാഹമോചന പ്രശ്നങ്ങളാണ്. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച തുടങ്ങി 3 കൊല്ലത്തിന്റെ ഇടയിൽ പുതിയ നവവധൂവരന്മാർ വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയാതെ, ഒരു വിശാലതയും കാണിക്കാൻ പറ്റാതെ, ഒരു ക്ഷമിക്കാനും പറ്റാതെ, ഒരു വിട്ടുവീഴ്ചയും ഒന്നും കാണിക്കാൻ കഴിയാതെ പിരിയാം. അള്ളാഹുവിനോട് ചെയ്ത ഏറ്റവും വലിയ കരാറുകളല്ലോ, അതിലേക്ക് ഞാനിപ്പോ കടന്നു പോകുന്നില്ല. തട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇണകൾ തമ്മിലുള്ള ബന്ധം. അവിടെ അങ്ങോട്ട് നോക്കിയിട്ട് പിന്നെ അയൽപക്ക ബന്ധങ്ങൾ,
അയൽപക്ക ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ഉദ്യോഗസ്ഥനും മുതലാളിയും തൊഴിലാളിയും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, പരസ്പരം നമ്മളെ നിലനിർത്തുന്ന കരാറുകളും ബന്ധങ്ങളും ഒക്കെ ഇതൊക്കെ മുറിക്കുക. അല്ലാഹു ചേർക്കാൻ പറഞ്ഞ, കൂട്ടിവെക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയൊക്കെ മുറിക്കുന്നവരാണ് ഫാസിഖീങ്ങൾ. ഉലൈകഹുമുൽ ഖാസിറൂൻ. യുഫ്സിദൂന ഫിൽ അർദി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക. എല്ലാ അജണ്ടയും കുഴപ്പത്തിനാണ്. വമ്പൻ പ്രൊജക്ടുകൾ മുതൽ നമ്മൾ കാണുന്ന ലളിതമായ പ്രക്രിയകളടക്കം നല്ല മനോഹരമായി അവതരിപ്പിക്കുന്ന മതകീയ, രാഷ്ട്രീയ, സാമൂഹിക, കലാ, സാഹിത്യ, വിദ്യാഭ്യാസ എല്ലാത്തിന്റെയും അജണ്ടകളിൽ ഒളിഞ്ഞിരിക്കുന്നത് യുഫ്സിദൂന ഫിൽ അർദ്, കുഴപ്പമുണ്ടാക്കലാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ്. ആരാണോ അത് റിമോട്ട് ചെയ്യുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി, അല്ലല്ല, മനുഷ്യനുമല്ല, നന്മയും മരണാനന്തര ജീവിതമൊന്നുമല്ല, കേവല ഭൗതിക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാറ്റിനെയും കൈകാര്യം ചെയ്ത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ യുഫ്സിദൂന ഫിൽ അർദ്. അല്ല പറഞ്ഞു ഉലൈകഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജയപ്പെട്ടത്. അപ്പൊ ഈ വലാ ഫുസൂഖ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാ, ഈ പണിങ്ങളെ ഹാജിമാര് ചെയ്യരുത്. എന്ത്? അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കരുത്, ഇണകളും തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കരുത്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ തകരരുത്, സാമൂഹിക ബന്ധങ്ങൾ തകരരുത്. മനുഷ്യബന്ധത്തെ നിലനിർത്തുന്ന അനിവാര്യമായ കുറെ കരാറുകളും ഇടപാടുകളും അമാനത്തുകളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടാവും. ഇതൊന്നും നിങ്ങൾ തകർക്കരുത്. വലാ ഫുസൂഖ എന്ന് പറഞ്ഞതിന്റെ അർത്ഥത അല്ല അവിടെ പോയി ഇങ്ങോട്ട് 4 ചീത്ത പറയാം, അല്ലെങ്കിൽ ഇപ്പോ അതും പറയാൻ പാടില്ല. അതിന്റെ വിശദീകരണം കൊടുത്തു അത് പറയാനുണ്ട്. ചീത്ത വിളിക്കരുത് ആൾക്കാരെ, അവിടെ ചെന്നിട്ട് പൊട്ടിത്തെറിക്കുക, ശരിയല്ലാത്ത രീതിയിൽ പെരുമാറുക. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോണ്ടാവുന്ന ഒരു സമ്മർദ്ദവും അതിന്റെ ടെൻഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമകേട് കാണിക്കുക, എന്നിട്ട് അത് വൈകൃതങ്ങളായിട്ട് രൂപപ്പെടുക, എന്നിട്ട് നമ്മൾ അതിന്റെ ആ ഹജ്ജിന്റെ മൂല്യങ്ങളെയൊക്കെ തുരക്കുന്ന രീതിയിൽ, ഹജ്ജ് കൊണ്ട് കിട്ടേണ്ട മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇതാണ് അതിന്റെ അവിടുത്തെ സംഗതി എന്ന് പറയുന്നത്. പക്ഷേ ഈ റഫസും ഫുസൂക്കും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്. വ്യക്തിയാണെങ്കിലും സംഘടനകളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും അതിനെ പ്രതിനിധീകരിക്കുന്നവരൊക്കെയും റഫസും ഫുസൂക്കും ഒക്കെ അവസാനിപ്പിക്കണം. വലാ ജിദാലുണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ ജിദാലും നിങ്ങൾ നടത്തരുത്. അതപ്പോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കൂല, ബാക്കിയുള്ളടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളിലൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. 2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ ഈ പള്ളിയുടെ പുനർനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നവീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റമദാനിലും അതിന്റെ ശേഷമൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത തിങ്കളാഴ്ചയോടുകൂടി അതിന്റെ പണി തുടങ്ങാൻ പോവുകയാണ്, പണി ആരംഭിക്കാൻ പോവുകയാണ്. പല ആളുകളെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകളെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ബൃഹത്തായ പദ്ധതിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വഖഫിന്റെ നെയ്യത്ത് വെച്ചിട്ട് കൊടുക്കുക. എന്തൊക്കെ സംരംഭങ്ങളുണ്ടാവും, 1 സ്ക്വയർ ഫീറ്റ്, 2 സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ചിലവരൊക്കെ ഒരു കേവല വർത്താനം കേട്ടിട്ട് എന്തോന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ അപ്പുറം നിങ്ങൾക്ക് സാധ്യതകളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ കാര്യമായ രീതിയിൽ പള്ളിയുമായി ബന്ധപ്പെട്ട പുനർനിർമ്മാണ പ്രക്രിയയിൽ നിങ്ങൾക്ക് സാധിക്കുന്നവരെ കൊണ്ടും നിങ്ങൾ അതിൽ സഹായിപ്പിക്കാൻ, ഏത് കുടുംബത്തിലോ നാട്ടിലോ ഒക്കെ ഉള്ള ആളുകളെ ഇതിൽ സഹകരിപ്പിക്കാം, അതിനൊന്നും പ്രശ്നങ്ങളില്ല. അപ്പൊ അതൊക്കെ പറ്റുന്ന രീതിയിൽ ആ പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനം മനോഹരമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ, പരിഗണനകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടും ഒക്കെ പറ്റിപ്പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. റഹ്മാനും റഹീമുമായവനെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. റഹ്മാനെ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ. തമ്പുരാനെ, ഹജ്ജിന് വേണ്ടി ധാരാളം ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മളമ്മാരും ഉപ്പാരും ഇണകളും കുട്ടികളും സഹപ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ, അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വരാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. റബ്ബേ, അവരോട് നീ കരുണ കാണിക്കണേ. തമ്പുരാനെ, പുറപ്പെട്ടത് മുതൽ തിരിച്ചെത്തുന്നത് വരെ അവരുടെ കുടുംബത്തിലും അവരുടെ ശരീരത്തിലും ആരോഗ്യത്തിലും ഒക്കെ എളുപ്പവും തുറവിയും സംവിധാനങ്ങളും ഒക്കെ നൽകി അവരെയും ഞങ്ങളെയും ഒക്കെ നീ അനുഗ്രഹിക്കണേ. തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളെ, കുട്ടികളെ നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, രോഗങ്ങളും മാനസിക പ്രയാസങ്ങളും വാർദ്ധക്യമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവർക്കൊക്കെയും നീ സമാശ്വാസം നൽകി, ശിഫ നൽകി, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ. റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ. തമ്പുരാനെ, ഇസ്ലാമിക ലോകത്തെ നീ അനുഗ്രഹിക്കണേ. തമ്പുരാനെ, ഹജ്ജ് ഐക്യമാണ്, ഒരുമയാണ്. അതിൻ്റെയൊക്കെ വലിയ സന്ദേശങ്ങളെ ഏറ്റെടുക്കാൻ മുസ്ലിം വ്യക്തികൾക്കും മുസ്ലിം സംഘടനകൾക്കും അതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ രാഷ്ട്ര സംവിധാനങ്ങൾക്കുമൊക്കെ കരുത്ത് നൽകി, അവബോധം നൽകി
നീ തുണക്കുമാറാകണമേ തമ്പുരാനെ. ശൈഥില്യങ്ങളിലും പോരാട്ടങ്ങളിലും ചേരിതിരിയുന്നതിനും കാത്തിരിക്കുകയാണ് ഓരോ മുസ്ലിം സംഘടനകളും. കേരളത്തിലൊക്കെ ഞാൻ അതിന്റെ വിശദീകരണം ജാല് പറയുമ്പോൾ പറയേണ്ട വിഷയമാണത്. എപ്പോഴാ വെച്ചിട്ട് ഏത് മുസ്ലിം സംഘടനയാണ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് അനവധി സംഘടനയായിട്ട് മാറുക നമുക്ക് പറയാൻ കഴിയില്ല. പരസ്പരമുള്ള വാശിയും പൂരും മുസ്ലിം രാജ്യങ്ങൾ മുതൽ മുസ്ലിം സംഘടനകളടക്കം. അള്ളാഹുവേ, ഒരുമിക്കാനും ഐക്യപ്പെടാനും, പ്രത്യേകിച്ച് ബൈത്തുൽ മുഖദ്ദസ് മുതൽ ഈ രാജ്യത്ത് വഖഫടക്കമുള്ള ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരുമിക്കാനും ഒരുമിച്ച് അഭിമുഖീകരിക്കാനും ഐക്യപ്പെടാനുമൊക്കെയുള്ള വെളിച്ചവും തെളിച്ചവും നൽകി ഈ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ നേതാക്കന്മാരെയും അതിൻ്റെ അനുയായികളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അങ്ങ് ഗസയിൽ വലിയ പോരാട്ടപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെയുള്ളൂ പോരാടാൻ, വേറെ ആരുമില്ല. 77 വർഷമായി പറിച്ചിട്ട് കിട്ടണില്ല ഇസ്രായേലിനും അമേരിക്കയ്ക്കും. അസാമാന്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറിച്ചിട്ട് പോലും പിടിച്ചു നിൽക്കുകയാണ് സമൂഹം. കരുണാവാരിധി അല്ലാഹുവേ, പട്ടിണിയുണ്ട് അവിടെ, വിശപ്പുണ്ട് അവിടെ, രോഗങ്ങളുണ്ട് അവിടെ. ഒരു എല്ലാ ധൈര്യതകളിലൂടെയും ആ സംഘം കടന്നുപോയിക്കൊണ്ടിരിക്കുക. എന്താണോ അവർക്ക് വേണ്ടത് അത് നൽകി നീ അവരെ സഹായിക്കണേ റഹ്മാനെ. അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين والنفاق والمنافقين اللهم انصر ونصر دين محمد صلى الله عليه وسلم اللهم اجعلنا منهم اللهم خذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم اللهم انصرنا اللهم ارحمنا يا رب العالمين اللهم انصر إخوان المسلمون في غزة اللهم انصر إخوان المسلمون في فلسطين اللهم انصرهم يا رب العالمين اللهم ارحمهم يا أرحم الراحمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم.